അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ സ്വല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാ വൽ മുർസലീൻ. 18-ാമത്തെ ആയത്താണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓതി വെച്ചത്. ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. ഈ ആയത്ത് സുജൂദു തിലാവയുടെ ആയത്താണ്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതാണ്. തിലാവത്തിന്റെ സുജൂദുള്ള പ്രാർത്ഥന നമുക്കൊക്കെ അറിയാം. ആ പ്രാർത്ഥനയോടുകൂടി ഖിബ്ലക്ക് അഭിമുഖമായി നാം തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു. ഖുർആനിലെ 14 സന്ദർഭങ്ങളിൽ ഒന്ന് ഇവിടെയാണ് എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. സുജൂദ് ചെയ്യുന്ന 14 സന്ദർഭങ്ങളിൽ ഒന്ന് ഇവിടെയാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ആയത്തു തിലാവ എന്ന് നമുക്കിതിനെ വിളിക്കാം, സുജൂദ് തിലാവ. അപ്പം ഏതായാലും അലം തറ, നീ കാണുന്നില്ലേ, നീ കണ്ടില്ലേ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യസ്ജുദു ലഹു, സുജൂദ് ചെയ്യുന്നു. തീർച്ചയായും നീ കണ്ടില്ലേ എന്നാണ്. യസ്ജുദു ലഹു, അല്ലാഹു അവന് വേണ്ടി സുജൂദ് ചെയ്യും. തീർച്ചയായും അല്ലാഹു യസ്ജുദു ലഹു, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നവരെ നീ കണ്ടില്ലേ. ആരാണ്? മൻ, ഒരു ടീമാണ്. മംഫിത് സമാവാത്ത്, ആകാശങ്ങളിൽ ഉള്ളവർ. സമാവാത്ത്. വ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരും. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നത് നീ കണ്ടിട്ടില്ലേ. സുജൂദ് എന്നുള്ളത് വലിയൊരു ഇബാദത്താണ്. എല്ലാം കൊണ്ടും സുജൂദ് നാം ചെയ്യേണ്ടതാണ്. മാത്രമല്ല, സുജൂദ് എന്നുള്ളത് നിസ്കാരത്തിൽ ഏറ്റവും അടുത്ത ആരാധനയുടെ ഒരു ഭാഗമാണ്. അള്ളാഹുവുമായി ഏറ്റവും അടുപ്പം കാണിക്കുന്ന ഒരു നിസ്കാരത്തിൻ്റെ ഭാഗമാണ് സുജൂദ് എന്നുള്ളത്. അതുകൊണ്ടാണ് സുജൂദിൽ പ്രാർത്ഥന അധികരിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സുജൂദിൽ പ്രാർത്ഥന അധികരിപ്പിക്കേണ്ടതാണ്. ഭൂമിയിലുള്ള എല്ലാവരും സുജൂദ് ചെയ്യുന്നു, നമ്മളും സുജൂദ് ചെയ്യുന്നു. ആരൊക്കെയാണ്? വശംസു, സൂര്യൻ സുജൂദ് ചെയ്യുന്നു. വൽ ഖമർ, ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നു. വൻ നുജൂം, നജ്മ്, നുജൂം, നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യുന്നു. വൽ ജിബാൽ, ജബല്, ജിബാൽ, ജബലുൻ ജംഅ ജിബാൽ, പർവ്വതങ്ങളും സുജൂദ് ചെയ്യുന്നു. വശജറു, മരങ്ങളും സുജൂദ് ചെയ്യുന്നു. വദ്ദവാബ്, ദവാബ് എന്ന് പറഞ്ഞാൽ ഇഴയുന്നത് എന്നാണ്. ദബ്ബ എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു എന്നാണ്. ദബ്ബ, ഇഴഞ്ഞു, സഞ്ചരിച്ചു എന്നൊക്കെയാണ് ദബ്ബ എന്ന് പറഞ്ഞാൽ. ദവാബ് എന്ന് പറഞ്ഞാൽ ജന്തുജാലങ്ങൾക്കാ പറയാം, ജീവജാലങ്ങൾക്കാ പറയാം. വദ്ദവാബ്, ജീവജാലങ്ങളും സുജൂദ് ചെയ്യുന്നു. വ കസീറും മിനന്നാസ്, അധിക ജനങ്ങളും, ജനങ്ങളിൽ നിന്നും അധികം ആളുകളും സുജൂദ് ചെയ്യുന്നു. വ കസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്, വ കസീറുൻ, എന്നാൽ ഒരുപാട് ആളുകൾക്ക്, ഹഖ്ഖ അലൈഹി, അവരുടെ മേൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു, ഹഖ് സത്യം, സത്യമായിരിക്കുന്നു, സ്ഥിരപ്പെട്ടിരിക്കുന്നു, അൽ അദാബ്, ശിക്ഷ. അപ്പോൾ അതിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ കുറേ പേരുടെ കാര്യത്തിൽ, കുറേ ആളുകളുടെ കാര്യത്തിൽ ശിക്ഷയും ഉറപ്പായിട്ടുണ്ട്. കുറേ ആളുകൾ സുജൂദ് ചെയ്യുന്നവരുണ്ട്, കുറേ ആളുകൾ ശിക്ഷ ഉറപ്പായവരും ഉണ്ട്. വമയ്യുഹിനില്ലാഹു ഫമാലഹു മിൻ മുക്കിരിം. വമയ്യുഹിനില്ല, അഹാൻ എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക. വമയ്യുഹിനില്ല, അള്ളാഹു ആരെങ്കിലും നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ ഫമാ ലഹു മിൻ മുക്കിരിമിൻ, അവനെ ബഹുമാനിക്കാൻ, അവനെ ആദരിക്കാൻ, ഇക്റാം, കറാമത്ത്, കരീം, അവനെ ആദരിക്കാൻ, അവനെ ബഹുമാനിക്കാൻ ആരും ഉണ്ടാവില്ല. അള്ളാഹു ഒരാളെ നിന്ദിച്ചാൽ അവനെ ആരും ബഹുമാനിക്കുകയില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, അഖറബു മാ യകൂനു മിർ റഹ്മതി റബ്ബിഹി വഫദ്ലി, അള്ളാഹുവോട് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം നേരത്തെ പറഞ്ഞതുപോലെ സുജൂദിലാണ്. സുജൂദിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഓരോ സുജൂദും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഓരോ സുജൂദും ദറജ ഉയർത്തപ്പെടുന്നതാണ്. ഓരോ സുജൂദും സ്വർഗത്തിൽ സ്ഥാനമുറപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നുണ്ടല്ലോ, നബിയെ എനിക്ക് സ്വർഗം കിട്ടുമോ? സ്വർഗം കിട്ടാനുള്ള മാർഗമായി പറഞ്ഞത്
അഇന്നി കസറത്ത് സുജൂദ് എന്നാണ്. സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, എന്നെ സഹായിക്കുക എന്നാണ്. അപ്പം സുജൂദിൻ്റെ ആധിക്യം എന്നുള്ളത് സ്വർഗം കരസ്ഥമാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്നാണ്. സുജൂദിൻ്റെ നെറ്റിത്തടങ്ങളിൽ നരകം സ്പർശിക്കൂല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം നരകം സ്പർശിക്കാതിരിക്കാൻ കാരണം എന്താ? സുജൂദിൻ്റെ മഹത്വമാണ്. ഒരുപാട് സുജൂദുകളുണ്ടല്ലോ. ഫർളുകളുള്ള സുജൂദുണ്ട്, മറവിയിലുള്ള സുജൂദുണ്ട്, അല്ലേ? ശുക്റിൻ്റെ സുജൂദുണ്ട്. പൊതുവേ നമ്മൾ മടി കാണിക്കുന്ന ഒരു സുജൂദാണ് ശുക്റിൻ്റെ സുജൂദ്. നമ്മളൊക്കെ അത് ചെയ്യേണ്ടതാണ്. ശുക്റിൻ്റെ സുജൂദ് നമ്മൾ പൊതുവെ മറന്നു പോകുന്നതോ മടി കാണിക്കുന്നതോ ആയ ഒരു സുജൂദാണ്. തിലാവത്തിൻ്റെ സുജൂദുണ്ട്. അപ്പം ഇങ്ങനെ മറവിയുടെ സുജൂദ്, ഇങ്ങനെ ഒരുപാട് സുജൂദുകൾ നമുക്കറിയാം. സുന്നത്തുകളുടെ സുജൂദുകളിൽ സുജൂദ് ദീർഘിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം. നമുക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതുമൊക്കെ സുജൂദിൽ പറയാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. നമ്മൾ ഫർളിനേക്കാളും പൊതുവെ സുന്നത്തുകൾ എന്ത് ചെയ്യും? ചുരുക്കി കളയും. ഫർളിൽ പ്രാരംഭ പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട്, സുന്നത്തിൽ ചൊല്ലാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർളിൽ പതിവാക്കിയ അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്നുള്ള പ്രാർത്ഥനയാണ്. അതിൻ്റെ അർത്ഥം വജ്ജഹത്ത് പോലെയുള്ള പ്രാർത്ഥനകൾ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്നു എന്നാണ്. അതേപോലെ സൂറത്തുകൾ പലപ്പോഴും നമ്മൾ സുന്നത്തുകളിൽ പാലിക്കാറില്ല. അപ്പോൾ സുന്നത്ത് ഫർളിനേക്കാൾ ഷോർട്ട് ചെയ്യാറാണ് പതിവ്. സുന്നത്ത് നാം ദീർഘിപ്പിക്കാൻ ശ്രമിക്കണം. സുജൂദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. ഒരുപാട് കാരണങ്ങൾ, അതിൽ മുഖ്യമായ കാരണം അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന അല്ലെങ്കിൽ അടുത്തിട്ടുള്ള സമയമാണ് സുജൂദ്. സുജൂദ് അള്ളാഹുവുമായി നമ്മൾ കൂടുതൽ മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സുജൂദിൽ അള്ളാഹുവിന് വേണ്ടി സമയം ചെലവഴിക്കാൻ നാം താല്പര്യം പ്രത്യേകിച്ചെടുക്കണം എന്ന് ഓർപ്പിക്കണം. അപ്പം ഈ ആയത്തിൽ അള്ളാഹു നമ്മോട് പഠിപ്പിച്ചത് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മരവും ജീവജാലങ്ങളും ഒക്കെ സുജൂദ് ചെയ്യുമ്പോൾ ചില ആളുകൾ മാത്രം വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, ഹഖ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്തുന്നു, അല്ലെ? സ്ഥിരപ്പെട്ടിരിക്കുന്നു, സത്യമായിരിക്കുന്നു. ചില ആളുകളിൽ എന്തായിട്ടുണ്ട്? ശിക്ഷ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പം എല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കുവാൻ പോകുമ്പോൾ ചില ആളുകൾ മുഖം തിരിച്ചു പോകും. നേരത്തെ സാനിയ ഐതുഫിഹി എന്നൊക്കെ പറഞ്ഞതുപോലെ മുഖം തിരിച്ച് പോയി കളയും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് വിളിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ വിളികൾ കേൾക്കുമ്പോൾ ഒക്കെ ആ രൂപത്തിൽ മുഖം തിരിക്കുന്നവരിൽ പെടാതിരിക്കാൻ നമ്മൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യഫ്അലു, അവൻ ചെയ്യുന്നതാണ്, മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 18 ആയത്തുകളാണ് നമ്മൾ ആകെ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു കൂടുതൽ ഉൾക്കൊള്ളുന്നവരിലും അമലുകൾ ചെയ്യുന്നവരിലും നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.